സൂർഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ വട്ടം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണ് വീഡിയോ എടുത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തിട്ട് പറയാം, ഹോളോഗ്രാം സൂ എന്ന് പറഞ്ഞൊരു സൂ ഉണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 26-ാം തീയതി ആയിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അതിന് വേണ്ടി വന്നപ്പോൾ നമ്മൾ കയറിയെടുത്താണ്. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ ആർക്കും അനുവാദമില്ല. അതിന് ടാസ്ക്കാണ് കിട്ടാൻ. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂവാണ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സൂവാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ മാസം 28-ാം തീയതി, അതായത് ഒക്ടോബർ 28-ന് ഓപ്പൺ ആവും. അന്ന് മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 500 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ. അതും നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനേ പറ്റില്ല. സീനാണ് ഗൈസ്. മതിലൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ പുറത്തൊക്കെ കിടന്ന് നടക്കാം. അല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നണല്ലേ. അത് ടാസ്ക്കാണ്. ഇവിടെ കാണാൻ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം. പുലി, സിംഹം, കടുവ, ഒട്ടകപക്ഷി, എമു, മാനുകൾ, മയിലുകൾ, കാട്ടുപോത്ത്, വർണ്ണപക്ഷികൾ. ഇതൊക്കെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലത്തെ തന്നെ, നമ്മുടെ തൃശ്ശൂർ ടൗണിലത്തെ സൂയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ആനക്കോണ്ട, സീബ്ര, വെള്ള, കടുവകൾ, ജിറാഫ്, വിദേശ പക്ഷികൾ, ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ കർണാടകയിൽ നിന്ന് മാത്രം 246 ഇനം മൃഗങ്ങളും എത്തും. പിന്നെ ഒക്ടോബർ 28 മുതൽ 2 മാസത്തേക്ക് ഇവരൊരു ട്രെയിൽ റൺ നടത്തുന്നുണ്ട്. അപ്പോൾ മാക്സിമം 28-ാം തീയതി തന്നെ എല്ലാവരും വരാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ലാഭം. ടിക്കറ്റിന് 500 രൂപയ്ക്കാവുന്നതാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ മാക്സിമം എല്ലാവരും തൃശ്ശൂർ ജില്ലയിൽ, കേരളത്തിലെ എല്ലാവരും 28-ാം തീയതി തന്നെ വരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ സ്ഥലവും കാണാം, എല്ലാ സ്ഥലവും വീഡിയോ എടുക്കുക, എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാക്സിമം കുറച്ച് പേർക്ക് മാത്രമേ കയറാം. 500 പേർക്കൊക്കെയാണ് കയറാനുള്ള അനുമതി കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം വരാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. ഈ സൂണ്ട എൻ്റെ ഡിസൈനർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്നുള്ളൊരു ഡാവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊരു പുറത്തുനിന്നുള്ളൊരു ഡാവാണെന്ന്. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ എന്ന് പറയുന്ന ഡാവാണ് നമ്മുടെ ഈ സൂ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജുറാസിക് പാർക്ക് രീതിയിലേക്ക് ഈ സാധനം സെറ്റപ്പ് പോയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ്ട് ഒരു 10-20 കൊല്ലം ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പണിത് വെച്ച പല സാധനങ്ങളും കേടായി തുടങ്ങിയെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. മെയിൻ്റെനൻസ് കൂടിയും നമ്മൾ സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ മൂഞ്ചും മട്ടത്തിൽ. 336 ഏക്കർ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 336 ഏക്കർ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു സ്ഥലമായി. ബാക്കിലെ മതിലേക്ക് കണ്ട. കഴിഞ്ഞ വട്ടം നമ്മൾ അവിടെ അതിൻ്റെ ഉള്ളിലൊരു മീറ്റിംഗ് പ്ലേസ്, മീറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. അവിടേക്കാണ് പോയത്. നിർമ്മാണത്തിന് ചിലവ് വന്നതെന്ന് പറയുന്നത് 370 കോടി രൂപ വരെ എടുത്തേക്ക് ഇത് പണിയാനായിട്ട് വന്നിട്ടുണ്ട്. 370 കോടി രൂപ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക അത്രത്തോളം കാശായി എന്നുള്ളത്. അത്രയും കാശായി ഇന്ത്യ ഇവിടെ പണി സെറ്റ് ചെയ്യാനായിട്ട്. 23 ആവാസ ഇടങ്ങളുണ്ട്. പിന്നെ മൃഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാനായിട്ടുള്ള സെറ്റപ്പ്. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ചില സ്ഥലത്ത് മനുഷ്യന്മാർ കൂട്ടിലും മൃഗങ്ങൾ പുറത്ത് നടക്കണത്. ആ ഒരു സെറ്റപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് അടിപൊളിയായിരിക്കും. അതാകുമ്പോൾ അവർക്ക് സുഖമായിട്ട് കിടന്ന് നടക്കാനുള്ള കുറേ സ്ഥലം ഉണ്ടല്ലോ. അത് ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് സെറ്റപ്പ്. ഇതിന് ഒരു 3-4 എൻട്രൻസ് അങ്ങോട്ട് ഉണ്ട് ഇവിടെ. അത് അടിപൊളിയാണ്. ഇത് മറ്റേ വരയാടുകൾ, അതിൻ്റെ സാധനം സെറ്റപ്പ്. തൃശ്ശൂർ ഇത് ഇവിടെ മരം വന്നായിരുന്നേ. ഈ തൃശ്ശൂരിനുള്ള ഈ മരമൊക്കെ വളർന്ന് വലുതാണ് വരെ അവർ ഇത് തുറന്നില്ലേ സുവോളജിക്കൽ പാർക്ക്. ഇതാണ് സെറ്റപ്പ്. തൃശ്ശൂർ മൃഗശാലയിൽ നിന്ന് മാത്രം 439 ജീവികളെ ഇവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. അടിപൊളിയായിരിക്കും. 439 എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം അധികത്തിൽ കൂടുതലായി ഇന്ത്യ. അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞാൻ അന്ന് ഇവിടെ വന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ എല്ലാ ഭൂഖണ്ഡത്തിലുള്ള ജീവികളെ നമുക്ക് നേരിട്ട് കണ്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ളൊരു സൂവാണ് ഈ ഹോളോഗ്രാം സൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ജുറാസിക് പാർക്കൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലിങ്ങനെ നിഴല് പോലത്തെ കുറേ ലൈറ്റും അങ്ങനത്തെ ജീവികൾ വരുന്നത്. അങ്ങനത്തെ സെറ്റപ്പാണ് ഇത് ഇവർ പറയണത്. അത് അടിപൊളിയായിരിക്കും കേസ്. അത് വേറെ ലെവലിലേക്ക് പോകും.
മറ്റേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പെറ്റ് സൂ അങ്ങനത്തെ സെറ്റപ്പ് വരുന്നുണ്ട്. അരിമ മൃഗങ്ങൾ 15 എണ്ണത്തിന് കൊണ്ടുവരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ വട്ടം മന്ത്രി വന്നപ്പോൾ പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ സെറ്റപ്പും ഇതൊക്കെ കാണാം. ഇവിടെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും ഗൈസ്. അടിപൊളി ലൊക്കേഷനൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിവിൽ പോകാൻ പറ്റിയ സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ ആളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു 2 മാസമെങ്കിലും എടുക്കും. അത്ര അധികം സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ തെണ്ടി നടക്കാനും ഇതിനൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ സൂ എന്ന് പറയുന്നത്. ഒരു എൻട്രൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഐ ലവ് സൂ സെറ്റപ്പ് ഉണ്ട്. അതിങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അത് കിട്ടില്ല സെറ്റപ്പാട്ടാ, നല്ല രസമായി കാണാനായിട്ട്. അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട്. അപ്പുറത്ത് എന്തിട്ട് മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ നിന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയായി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ മതിലില്ലാത്തൊരു സൂ ആണ് ഗൈസ്. മതിലൊക്കെ ഒരു ഇനി എന്നാണോ പണിയ അത്ര അധികം 370 കോടി ചിലവായി. എൻ്റെ ഒരു മതിൽ പണിയാൻ പറ്റിയില്ലേ അവർക്ക്. അത് മാത്രമേ എനിക്കൊരു എന്തോ പോലെ തോന്നി. ഇങ്ങനെയാണ് ഗൈസ്. അപ്പം അങ്ങനെയാണ് കരുതിയിട്ടുണ്ട്. മതിലില്ല ഇവിടെ. സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കാല് ഇങ്ങനെ എന്തിനും എത്രയും കവച്ച് വയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കാല് കവച്ച് വെച്ച് കടന്നു പോകാൻ പറ്റുന്നൊരു പ്രത്യേക തരം സൂ ആണ് ഗൈസ് ഇത്. പിന്നെ അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെ അറ്റത്താട്ടാ. എൻ്റെ ഉള്ളിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അവസാനമായിട്ട് എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് 28-ാം തീയതി തന്നെ എല്ലാവരും മാക്സിമം പറയാൻ നോക്കുക. ഇന്ത്യയിലുള്ള എല്ലാവരും മാക്സിമം വരാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറേ കാശ് കൊടുക്കേണ്ടി വരും. 500 രൂപയ്ക്ക് വരും എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ മാക്സിമം 28-ാം തീയതി ഉദ്ഘാടനത്തിന് തന്നെ വരാൻ നോക്കുക എല്ലാവരും. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ ഉള്ളിൽ ഫുള്ള് നമുക്ക് തെണ്ടി നടന്ന നല്ല സാധനങ്ങൾ കാണാം. പിന്നെ ഇതൊക്കെ കണ്ട ഇതൊക്കെ കേടായി പോയി തുടങ്ങി. കണ്ട നശിച്ചു പോയി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. കുഴപ്പമില്ല, അടിപൊളി ചേഞ്ച്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് പറ്റില്ല. അതന്ന് ഉദ്ഘാടനം ഉണ്ടായത് കൊണ്ട് മാത്രം, അതെന്തോ ഒരു ഭാഗ്യത്തിന് ആ ഉദ്ഘാടനത്തിന് വരാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. അന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ, ഞാൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്ര പേര് അവിടെ ചുറ്റും കിടന്ന് നടക്കുന്നുണ്ടെന്ന്. അത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു. പാർട്ടിക്കാരുണ്ടായിരുന്നു, കുറേ എതിർ പാർട്ടിക്കാരും ഈ പാർട്ടിക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് വന്നൊരു പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതില്ലെങ്കിൽ പറ്റില്ലായിരുന്നു ഗൈസ്. നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേറെ പെർമിഷൻ വേണ്ടി വരും, അല്ലാണ്ട് നടക്കില്ല. കുറേ പേര് ചോദിച്ചുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞത്. എനിക്കും കയറാൻ പറ്റില്ല. ഇപ്പോഴായാലും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അന്ന് ആ ഉദ്ഘാടനം, ആ മറ്റേ ഹോളോഗ്രാം സൂവിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്. ഇപ്പോഴും കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരണ്ട, 28-ാം തീയതി കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നെ ഇവരുടെ തന്നെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈനിൽ വേണം ഇതൊക്കെ ബുക്ക് ചെയ്യാൻ. ടിക്കറ്റൊക്കെ 500 ടിക്കറ്റേ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് നോക്കിയിട്ട് വേഗം പെട്ടെന്ന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് വരിക. ഇല്ലെങ്കിൽ 28-ാം തീയതി മാക്സിമം വരാൻ നോക്കുക. അന്നൊന്നും കാശ് കൊടുക്കണ്ട, പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളുടെ കിടപ്പ്. ഇത്രയും ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റിയതിൽ ഒരു സന്തോഷമുണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി മുമ്പ് വല്ലപ്പോഴും കയറാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പരിപാടികളുണ്ടാവും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ ബൈ. സൂവിൻ്റെ മോർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.